വേഗം മാഞ്ഞു പോകും. ആരെതിർത്തെന്നാലും അത് പോകും നിശ്ചയം. മണ്ണിൽ നേടിയതെല്ലാം നൊടി നേരം പോയിടും. കണ്ടിടും നാം വിണ്ണിൽ ദൂരയാദേശം. മണ്ണിൽ നേടിയതെല്ലാം നൊടി നേരം പോയിടും. കണ്ടിടും നാം വിണ്ണിൽ ദൂരയാദേശം. ഒരുങ്ങിട്ടുണ്ടോ നാം, ഒരുങ്ങിട്ടുണ്ടോ? വിശുദ്ധിയെ തികച്ചങ്ങു പറന്നു പോകാൻ. ഒരുങ്ങിട്ടുണ്ടോ നാം, ഒരുങ്ങിട്ടുണ്ടോ? വിശുദ്ധിയെ തികച്ചങ്ങു പറന്നു പോകാൻ. ധനസുഖമാനങ്ങളെല്ലാം താൽക്കാലികമെന്നതാൽ കാലങ്ങളായി നാം നേടും. നിമിഷങ്ങളിൽ അത് പോകും. മണ്ണിൽ ജീവിതമെന്നാൽ ലാഭം ആറടി മാത്രം. പ്രാണൻ ക്രിസ്തുവിലെന്നാൽ മൺകൂടൊഴിയുന്നതു ലാഭം. മണ്ണിൽ ജീവിതമെന്നാൽ ലാഭം ആറടി മാത്രം. പ്രാണൻ ക്രിസ്തുവിലെന്നാൽ മൺകൂടൊഴിയുന്നതു ലാഭം. ഒരുങ്ങിട്ടുണ്ടോ നാം, ഒരുങ്ങിട്ടുണ്ടോ? വിശുദ്ധിയെ തികച്ചങ്ങു പറന്നു പോകാൻ. ഒരുങ്ങിട്ടുണ്ടോ നാം, ഒരുങ്ങിട്ടുണ്ടോ? വിശുദ്ധിയെ തികച്ചങ്ങു പറന്നു പോകാൻ. ദേഹം അസ്ഥിരമാകും, മനസ്സതു വ്യാകുലമാകും. കണ്ടവരെല്ലാം പിരിയും, തുണയായി നിന്നവർ മാറും. ഏകാന്തതയില്ലെന്നാൽ നാം നേടിയതെന്തെന്നറിയും. ക്രിസ്തുവിലാശ്രയമെന്നാൽ അതുമാത്രം ലാഭമാകും. ഏകാന്തതയില്ലെന്നാൽ നാം നേടിയതെന്തെന്നറിയും. ക്രിസ്തുവിലാശ്രയമെന്നാൽ അതുമാത്രം ലാഭമാകും. ഒരുങ്ങിട്ടുണ്ടോ നാം, ഒരുങ്ങിട്ടുണ്ടോ? വിശുദ്ധിയെ തികച്ചങ്ങു പറന്നു പോകാൻ. ഒരുങ്ങിട്ടുണ്ടോ നാം, ഒരുങ്ങിട്ടുണ്ടോ? വിശുദ്ധിയെ തികച്ചങ്ങു പറന്നു പോകാൻ. മൃത്യുവിൻ രൂപം നമ്മിൽ നിഴലായുണ്ടെന്നറിക. പ്രായം നോക്കാതൊരു നാൾ അതു നമ്മിൽ വന്നിടും. ഉറ്റവരെ നാം പിരിയും, മറ്റൊരു യാത്ര തുടങ്ങും. ക്രിസ്തുവിൻ വഴിയെ പോയാൽ തൻ വീട്ടിൽ നാം എത്തും. ഉറ്റവരെ നാം പിരിയും, മറ്റൊരു യാത്ര തുടങ്ങും. ക്രിസ്തുവിൻ വഴിയെ പോയാൽ തൻ വീട്ടിൽ നാം എത്തും. ഒരുങ്ങിട്ടുണ്ടോ നാം, ഒരുങ്ങിട്ടുണ്ടോ? വിശുദ്ധിയെ തികച്ചങ്ങു പറന്നു പോകാൻ. ഒരുങ്ങിട്ടുണ്ടോ നാം, ഒരുങ്ങിട്ടുണ്ടോ? വിശുദ്ധിയെ തികച്ചങ്ങു പറന്നു പോകാൻ. ഒരു ജീവിതം മാത്രം, അത് വേഗം മാഞ്ഞു പോകും.
ആരെതിർത്തെന്നാലും അത് പോകും നിശ്ചയം. മണ്ണിൽ നേടിയതെല്ലാം നൊടി നേരം പോയിടും. കണ്ടിടും നാം വിണ്ണിൽ ദൂരയാദേശം. മണ്ണിൽ നേടിയതെല്ലാം നൊടി നേരം പോയിടും. കണ്ടിടും നാം വിണ്ണിൽ ദൂരയാദേശം. ഒരുങ്ങിയിട്ടുണ്ടോ നാം, ഒരുങ്ങിയിട്ടുണ്ടോ? വിശുദ്ധിയെ തികച്ചങ്ങു പറന്നു പോകാൻ. ഒരുങ്ങിയിട്ടുണ്ടോ നാം, ഒരുങ്ങിയിട്ടുണ്ടോ? വിശുദ്ധിയെ തികച്ചങ്ങു പറന്നു പോകാൻ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്, നീ അവരോട് പറയേണ്ടത് എന്തെന്നാൽ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഒരുത്തൻ വീണാൽ എഴുന്നേൽക്കയില്ലയോ? ഒരുത്തൻ വഴിതെറ്റിപ്പോയാൽ മടങ്ങി വരികയില്ലയോ? ഒരുത്തൻ വീണാൽ എഴുന്നേൽക്കയില്ലയോ? ഒരുത്തൻ പിന്മാറിപ്പോയാൽ അവൻ മടങ്ങി വരികയില്ലയോ? വീണാൽ എഴുന്നേൽക്കാം, പിന്മാറിപ്പോയാൽ മടങ്ങി വരാം. ഇടപെടാത്ത പിന്മാറ്റമായി പിന്മാറേണ്ട ആവശ്യമില്ല, പിന്മാറ്റത്തിൽ കഴിയേണ്ട ആവശ്യമില്ല. ഒരുത്തൻ വീണാൽ എഴുന്നേൽക്കുകയില്ലയോ? ഒരുത്തൻ വഴി തെറ്റിപ്പോയാൽ മടങ്ങി വരികയില്ലയോ? യാത്ര തെറ്റിപ്പോയി, വഴി തെറ്റിപ്പോയി, പക്ഷേ മടങ്ങി വരാം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം പ്രത്യാശ തരികയാണ്. ദൈവത്തിൻ്റെ വചനം ഭാവിയെക്കുറിച്ചുള്ളതായ നല്ല ആശ തരികയാണ്, നല്ല പ്രതീക്ഷ തരികയാണ്. ശുഭഭാവി വാഗ്ദാനം ചെയ്യുകയാണ്. ഒരുത്തൻ വീണാൽ എഴുന്നേൽക്കുകയില്ലയോ? വീണു പോയവരുണ്ട്, വഴിതെറ്റിപ്പോയവരുണ്ട്, ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചവരുണ്ട്, ജീവിതത്തിൽ എടുത്ത തീരുമാനങ്ങളിൽ നിന്ന് പതറിപ്പോയവരുണ്ട്, പിന്മാറിപ്പോയവരുണ്ട്. ഒരുത്തൻ വീണാൽ എഴുന്നേൽക്കുകയില്ലയോ? ഒരുത്തൻ വഴിതെറ്റിപ്പോയാൽ മടങ്ങി വരികയില്ലയോ? ദൈവത്തിൻ്റെ അരുളപ്പാടാണ്. വേദപുസ്തകം പരിശോധിച്ചാൽ വീണതിന് ശേഷം എഴുന്നേറ്റ അനേകം പേരെ നമുക്ക് കാണാം. വഴിതെറ്റിപ്പോയതിന് ശേഷം മടങ്ങി വന്ന അനേകരെ നമുക്ക് കാണാം. അബ്രഹാം വഴിതെറ്റിപ്പോയ ഒരു ധന്യപുരുഷനായിരുന്നു. ധന്യപുരുഷനാണെന്ന് പറഞ്ഞിട്ട് എന്ത് ഫലം? വഴിതെറ്റിപ്പോയി. അനുഗ്രഹീത പുരുഷനാണെന്ന് പറഞ്ഞിട്ട് എന്ത് ഫലം? വഴിതെറ്റിപ്പോയി. നല്ല ശുഭകരമായ തുടക്കം കുറിച്ചവനാണെന്ന് പറഞ്ഞിട്ട് എന്ത് ഫലം? വഴിതെറ്റിപ്പോയി. വിശ്വാസികളുടെ പിതാവെന്ന് പക്ഷേ പിൽക്കാലത്ത് പേര് ലഭിക്കത്തക്കവണ്ണം അബ്രഹാം തിരികെ വന്നു. വഴിതെറ്റിപ്പോയെങ്കിലും അബ്രഹാം തിരികെ വന്നു. യാത്ര പുറപ്പെട്ട അബ്രഹാം ഒരിക്കലും ദൈവം പ്രതീക്ഷിക്കാത്ത മിസ്രൈമിലേക്ക് ഇറങ്ങിപ്പോയി. മിസ്രൈം ലോകപ്രതാപത്തിൻ്റെ നിദർശനമാണ്. ലോകത്തിൻ്റെ മഹത്വത്തിൻ്റെയും ധനത്തിൻ്റെയും സുഖഭോഗങ്ങളുടെയും ദൃഷ്ടാന്തമാണ്. മിസ്രൈം ലൗകികത്വത്തിൻ്റെ പ്രതീകമാണ്. അബ്രഹാം മിസ്രൈമിലേക്ക് ഇറങ്ങിപ്പോയി. യാത്ര പുറപ്പെട്ടതിന് ശേഷം ക്ഷാമം വന്നു, ക്ലേശം വന്നു, ഭാരം വന്നു, എങ്ങനെ ജീവിക്കുമെന്നുള്ളതായി ആകുലം വന്നു, ആവലാധി വന്നു. ജീവിക്കുന്നതിന് വേണ്ടി അബ്രഹാം മിസ്രൈമിലേക്ക് ഇറങ്ങിപ്പോയി. നഷ്ടം വലുതായിരുന്നു. അബ്രഹാം ഇറങ്ങിപ്പോയത് മൂലം ചില നഷ്ടങ്ങൾ വന്നത് നാം കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചു. ഒന്ന്, അബ്രഹാമിൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു. രണ്ട്, അബ്രഹാമിൻ്റെ വിശുദ്ധി നഷ്ടപ്പെട്ടു. അബ്രഹാം പുറജാതി രാജ്യത്തിയെന്ന് നുണ പറഞ്ഞു. അബ്രഹാം ദൈവത്തെ അറിയാത്തവരുടെയിൽ അർത്ഥസത്യം പറഞ്ഞു. വിശുദ്ധി നഷ്ടപ്പെട്ടു. അബ്രഹാമിൻ്റെ ജീവിതത്തിൻ്റെ സാക്ഷ്യം നഷ്ടപ്പെട്ടു. അബ്രഹാമിൻ്റെ കുടുംബത്തിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടു. അബ്രഹാമിൻ്റെ ഹൃദയത്തിൻ്റെ പ്രാഗൽഭ്യം നഷ്ടപ്പെട്ടു. ധൈര്യം നഷ്ടപ്പെട്ടു. നഷ്ടങ്ങളുടെ ഒരു നിരയാണ് നാം കാണുന്നത്. നഷ്ടങ്ങളുടെ ഒരു പരമ്പര. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കും ചിന്തിക്കാം,
നഷ്ടങ്ങൾ ഏറെയേറെ വന്നതിനെ ഓർത്ത് നെടുവീർപ്പിടുന്നവരുണ്ട് നിങ്ങളിൽ ചിലർ. നഷ്ടങ്ങളാണ് സംഭവിച്ചതെല്ലാം, എല്ലാം പരാജയങ്ങളാണ്. ഒരിടത്തും ജയിച്ചു എന്ന് പറയാനുള്ള വക കിട്ടിയിട്ടില്ല, ഒരിടത്തും നേടിയെന്ന് പറയാൻ ഒന്നുമില്ല. നഷ്ടങ്ങൾ തന്നെ, തോൽവികൾ തന്നെ. അബ്രഹാമിൻ്റെ ജീവിതത്തിൻ്റെ അടുത്ത പരാജയം അഥവാ നഷ്ടം, അബ്രഹാമിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഏറ്റവും വലിയ നഷ്ടം അവൻ്റെ സമയം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. യാത്ര പോവുകയായിരുന്നു, കനാനിലേക്കുള്ള യാത്രയായിരുന്നു, പലസ്റ്റൈനിലേക്കുള്ള യാത്രയായിരുന്നു. ആ യാത്രയിൽ ഇടയ്ക്ക് മിസ്രയീമിലേക്ക് പോയത് ഒരു കനത്ത നഷ്ടമായിപ്പോയി. സമയം അത്രയും നഷ്ടപ്പെട്ടു, യാത്ര അത്രയും നഷ്ടപ്പെട്ടു, യാത്രയുടെ സമയം നഷ്ടപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കിയാൽ കാണാം, നമുക്ക് നഷ്ടങ്ങൾ, സമയനഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. നമ്മുടെ ആയുസ്സിൻ്റെ എത്രയെത്ര നാളുകളാണ് വ്യർത്ഥമായതിനു വേണ്ടി ചെലവഴിച്ചത്. നമ്മുടെ ആയുസ്സിൻ്റെ എത്ര ശോഭനമായ സംവത്സരങ്ങളാണ് കൊള്ളുതായ്മയ്ക്ക് വേണ്ടി ചെലവഴിച്ചത്. അശുദ്ധമായ ശീലങ്ങൾക്ക് വേണ്ടി ഈ സമയം നഷ്ടപ്പെടുത്തിയവരുണ്ട്, കൊള്ളരുതാത്തതായ ബന്ധങ്ങൾക്ക് വേണ്ടി സമയം നഷ്ടപ്പെടുത്തിയവരുണ്ട്, അഴുക്കായ സാഹചര്യങ്ങൾക്ക് വേണ്ടി സമയം നഷ്ടപ്പെടുത്തിയവരുണ്ട്, ലോകത്തിൻ്റെ പ്രതാപങ്ങൾക്ക് വേണ്ടിയും വെറിക്കൂത്തുകൾക്ക് വേണ്ടിയും സുഖഭോഗങ്ങൾക്ക് വേണ്ടിയും സമയം നഷ്ടപ്പെടുത്തിയവരുണ്ട്, ഭൗതികമായ സുഖങ്ങളുടെ ഭോഗലാലസയിൽ സമയം ചെലവഴിച്ചവരുണ്ട്. സ്നേഹിതരെ, നമ്മുടെ ജീവിതത്തിൽ സമയം നഷ്ടപ്പെടുത്തിയതിനെ നാം തിരിച്ചറിയാറുണ്ടോ? സമയം നഷ്ടപ്പെടുത്തി. പഠിക്കുന്ന കുട്ടികൾ പഠിക്കുന്ന സമയം നഷ്ടപ്പെടുത്തിയതുകൊണ്ട് പരീക്ഷയിൽ തോൽവി സംഭവിക്കുന്നു. അത്രയും കാലം അവരുടെ ജീവിതത്തിൽ ലാപ്സായി പോകുന്നു. എന്ത് പ്രയത്നമാണ് നഷ്ടപ്പെട്ടത്? എന്ത് ശോഭനമായ ഭാവിയിലേക്ക് കുതിച്ചു കയറേണ്ടുന്ന ആളുകളാണ് നഷ്ടപ്പെട്ടത്? എത്ര അനുഗ്രഹീതമായ ഒരു കാലം നേടിയെടുക്കാവുന്നതായിരുന്നു, അതാണ് നഷ്ടപ്പെട്ടത്. നമ്മുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ ധാരാളമുണ്ട്. സമയനഷ്ടങ്ങൾ, സമയം നഷ്ടപ്പെട്ടു പോയി. വ്യർത്ഥമായ മാസങ്ങൾ, വ്യർത്ഥമായ കാലങ്ങൾ, നഷ്ടപ്പെട്ടു പോയ സംവത്സരങ്ങൾ. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ സമയം നഷ്ടപ്പെട്ടു പോയി. അബ്രഹാം അങ്ങോട്ട് പോയപ്പോൾ അവൻ്റെ യാത്രയുടെ മുന്നേറ്റത്തിൽ കാതലായ തോൽവി സംഭവിച്ചു, കാതലായ നാശം സംഭവിച്ചു. അങ്ങോട്ട് പോകരുതായിരുന്നു അബ്രഹാം നല്ലപോലെ ചിന്തിക്കേണ്ടതായിരുന്നു. ഞാൻ ദൈവത്തിൻ്റെ വിളി കേട്ട് പുറപ്പെട്ട ദൈവദാസനാണ്. ദൈവസന്നിധിയിൽ ഞാൻ വ്യക്തമായൊരു തീരുമാനമെടുത്ത് പുറപ്പെട്ട ദൈവവേദലാണ്. എനിക്ക് ദൈവം തന്ന കാലം നഷ്ടപ്പെടുത്താൻ പാടില്ല. മോശ തൻ്റെ സഹോദരനായ അഹ്റോൻ്റെ ശവസംസ്കാര വേളയിൽ പാടുന്ന ഒരു സങ്കീർത്തനമുണ്ട്. അത് 90-ാം സങ്കീർത്തനമാണ്. ആ സങ്കീർത്തനത്തിൽ മോശ പറയുന്നുണ്ട്, നാളുകൾ കഴിഞ്ഞു പോകുന്നു എന്ന്. 90-ാം സങ്കീർത്തനത്തിൻ്റെ 12-ാം വാക്യം അങ്ങനെയാണ് പറയുന്നത്: ഞാനുമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ നാളുകൾ ഞങ്ങൾ പരിഗണിക്കാതെ കഴിഞ്ഞുപോയി. നാളുകൾ ചുരുങ്ങിയ ഒരു ചുരുങ്ങിയ കാലം, ഈ അല്പകാലം വിലകെട്ടതിന് വേണ്ടി ജീവിച്ചു. ഞാനുമുള്ള ഒരു ഹൃദയം പ്രാപിക്കേണ്ടിയിരിക്കുന്നു. ഞാനുമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. മോശ ഇത് പറയുമ്പോൾ ഇസ്രായേൽ മക്കളെ മുഴുവനെയും കണ്ടുകൊണ്ടാണ് പറയുന്നത്. 600,000 പുറപ്പെട്ടു. പക്ഷേ ഓരോരുത്തരായി ലക്ഷ്യത്തിലെത്താതെ ഇടയ്ക്ക് പട്ടുപോവുകയാണ്. പുറപ്പെട്ടവർ അനേകരാണ്. യാത്ര പുറപ്പെട്ടു, പക്ഷേ ലക്ഷ്യത്തിലെത്തിയില്ല. അങ്ങ് കനാനിലെത്തുവാനാണ് അവരും പുറപ്പെട്ടത്. പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞാണ് പുറപ്പെടുവിച്ചത്. ചെങ്കടൽ കടന്നപ്പോൾ അത്ഭുതം കണ്ടതാണ്. അതിശയം അവരുടെ കൺമുമ്പിൽ കണ്ടതാണ്. മാറയിലെ കയ്പ് വെള്ളം മധുരമാക്കി തീർത്ത് ദൈവം കൊടുത്തത് അവരനുഭവിച്ചതാണ്. ഉയരത്തിൽ നിന്ന് മന്ന പൊഴിച്ചു കൊടുത്ത് അവർ ഭക്ഷിച്ച് തൃപ്തരായതാണ്. വലിയ വലിയ അനുഗ്രഹങ്ങൾ അവരുടെ ജീവിതത്തിൽ ലഭിച്ചത് അനുഭവിച്ച ദൈവജനമാണ്. അനേകം കാര്യങ്ങൾ. പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ചു. പ്രതിസന്ധികൾ വന്നപ്പോൾ ദൈവം താങ്ങി തണലായി നിന്നു. പകൽ മേഘസ്തംഭം വരെ വഴി നടത്തി. രാത്രി അഗ്നിസ്തംഭം അവർക്ക് തണൽ വിരിക്കുകയും അവർക്ക് നിഴൽ കൊടുക്കുകയും വെളിച്ചം കൊടുക്കുകയും ചെയ്തു.
എല്ലാം മോശ കണ്ടു, ജനം കണ്ടു. പക്ഷേ അവരുടെ നാളുകളെല്ലാം പുക പോലെ കഴിഞ്ഞുപോയി. മോശ അങ്ങനെയാണ് പറയുന്നത്, ഞങ്ങളുടെ നാളുകൾ പുക പോലെ കഴിഞ്ഞുപോയി. സഹോദരനായ അഹ്റോൻ്റെ ശവസംസ്കാര സമയത്ത് ശവക്കുഴിയുടെ അരികത്ത് നിന്നുകൊണ്ട് ഏങ്ങലടിച്ചുകൊണ്ട് ദൈവപുരുഷനായ മോശ പാടുകയാണ്, കർത്താവേ, തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. ഒന്നാമത്തെ വാക്യം നിൽക്കുന്നു, വായിച്ചു കേൾക്കാം. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. കർത്താവേ, തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ അനാദിയായ ദൈവമാണ്, ശാശ്വതമായ ദൈവമാണ്, നീ മാറ്റമില്ലാത്ത ദൈവമാണ്, അറുതിയില്ലാത്ത നിത്യ പ്രതിഭാസമാണ്, നീ നിത്യനായ ദൈവമാണ്. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിൻ എന്നും അരുളി ചെയ്യുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിൻ എന്ന് നീ അരുളി ചെയ്ത് നിത്യതയിലേക്ക് അവരെ ചേർക്കുന്നു, അവരെ തിരിച്ചെടുക്കുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. സമയം എത്ര പെട്ടെന്നാണ് പോകുന്നത്! 1000 കൊല്ലങ്ങൾ എത്ര പെട്ടെന്ന് അങ്ങോട്ട് കടന്നു പോവുകയാണ്, പറന്നു പോവുകയാണ്. സമയം പറന്നു പോകുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ പറയുന്നുണ്ട് ഞങ്ങളുടെ നാളുകൾ പുക പോലെ കഴിഞ്ഞുപോയി എന്ന്. എൻ്റെ കർത്താവേ, ഒരു മനുഷ്യൻ്റെ ആയുസ് 70 സംവത്സരം, ഏറെയാൽ 80 സംവത്സരം. അത് വേഗം തീരുകയും പറന്നു പോവുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കണം. ഞങ്ങളുടെ നാളുകൾ എണ്ണുവാൻ ഞങ്ങൾ ഉപദേശിക്കണമേ. സമയം നഷ്ടപ്പെടുത്തരുത്. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവീൻ. സമയം തക്കത്തിൽ നാം ഉപയോഗിക്കണം. നാളത്തെ ദിവസം നമുക്കൊരു കാര്യം ശരിയാക്കാമെന്ന് വിചാരിക്കാൻ ഒക്കുകയില്ല. കാരണം നാളത്തെ ദിവസം എനിക്ക് കിട്ടുമോ എന്ന് ഞാൻ എങ്ങനെ അറിയും? നാളത്തെ ദിവസം നിങ്ങൾക്ക് കിട്ടുമോ എന്ന് നിങ്ങൾ എങ്ങനെ അറിയും? പ്രിയപ്പെട്ടവരെ, ഒന്നും നമ്മുടെ പരിധിയിലോ നമ്മുടെ വരുതിയിലോ നിൽക്കുന്നതല്ല, നമ്മുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്നതല്ല. എല്ലാം ഇങ്ങനെ നടന്ന് പോവുകയാണ്, തീർന്നു പോവുകയാണ്. ഇന്ന് നാം ഈ വചനം കേൾക്കുന്നത് വരെയുള്ളതായ സമയം ഇനി നമ്മുടെ ആയുസ്സിൽ കിട്ടുകയില്ല. ഇതുവരെ കഴിഞ്ഞതായ സമയം എന്നേക്കുമായി നമ്മിൽ നിന്ന് പിറകിലേക്ക് മാറിക്കഴിഞ്ഞു. ഇന്നലത്തെ ദിവസം നമ്മിൽ നിന്ന് മാറിക്കഴിഞ്ഞു. കഴിഞ്ഞ സംവത്സരം നമ്മിൽ നിന്ന് മാറിക്കഴിഞ്ഞു. ഓരോ ദിവസം ചെല്ലും തോറും നാം നമ്മുടെ ജീവിത അവസാനത്തോട് അടുത്തുകൊണ്ടിരിക്കുന്നു, നിത്യതയോട് അടുത്തുകൊണ്ടിരിക്കുന്നു. സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവീൻ. അതുകൊണ്ടാണ് C.T. സ്റ്റഡ് എന്ന് പറയുന്ന മഹാനായ ദൈവദാസൻ ഒരിക്കൽ പറഞ്ഞത്, ജസ്റ്റ് വൺ ലൈഫ്, ഒരായുസല്ലേ ഉള്ളൂ എന്ന്. ജസ്റ്റ് വൺ ലൈഫ്, ഇറ്റ് വിൽ സൂൺ ബി പാസ്റ്റ്, ദാറ്റ് ഇറ്റ് ഈസ് ഡൺ ഫോർ ക്രൈസ്റ്റ് അലോൺ വിൽ ലാസ്റ്റ്. ഒരേ ഒരായുസ് മാത്രം, അത് എത്ര വേഗം തീരുന്നു. ഇറ്റ് വിൽ സൂൺ ബി പാസ്റ്റ്, അത് എത്ര വേഗം തീർന്നു പോകുന്നു. ദാറ്റ് വിച്ച് ഈസ് ഡൺ ഫോർ ക്രൈസ്റ്റ് അലോൺ വിൽ ലാസ്റ്റ്, ക്രിസ്തുവിന് വേണ്ടി ചെയ്യുന്നത് മാത്രം നിലനിൽക്കും. പ്രിയപ്പെട്ടവരെ, സ്വന്തം സഹോദരൻ്റെ നല്ല യൗവന തിളപ്പിൽ ഏതാനും ദിവസം മുൻപ് വരെയും ഓടിച്ചാടി നടന്ന് കളിക്കളത്തിൽ തിളങ്ങിയ സഹോദരൻ്റെ മരണശൈലിയിൽ അരികത്ത് നിന്നുകൊണ്ട് സ്റ്റഡ് പറയുകയാണ്, നല്ല ഓജസ്വിയായി, കരുത്തുറ്റവനായി, കായികപ്രേമികളുടെ കണ്ണിലുണ്ണിയായി, ക്രിക്കറ്റ് താരമായി, ലോകമെമ്പാട് അറിയപ്പെടുന്ന വിശ്രുതനായ ഒരു ക്രിക്കറ്റ് കളി താരമായി പ്രശോഭിച്ചിരുന്ന ആ യുവാവ് മരണത്തോടടുത്ത് കിടക്കുന്നത് കണ്ട് വിതുമ്പിക്കൊണ്ട് സ്റ്റഡ് പറയുകയാണ്, ഒരായുസല്ലേ ഉള്ളൂ, ഇറ്റ് വിൽ സൂൺ ബി പാസ്റ്റ്, അത് എത്ര വേഗം പറന്നു പോകും. ദാറ്റ് വിച്ച് ഈസ് ഡൺ ഫോർ ക്രൈസ്റ്റ് അലോൺ വിൽ ലാസ്റ്റ്, ക്രിസ്തുവിന് വേണ്ടി ചെയ്യുന്നത് മാത്രം നിലനിൽക്കും. സമയം നഷ്ടപ്പെടുത്തരുത്. അബ്രഹാം സമയം നഷ്ടപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, ചരിത്രത്തിൻ്റെ ഏടുകൾ നിങ്ങൾ നോക്കിയാൽ സമയം നഷ്ടപ്പെടുത്തിയവരുടെ കഥകൾ കാണാൻ സാധിക്കും. സമയം നഷ്ടപ്പെടുത്തി. ഞാനൊരു പുസ്തകം ഓർക്കുന്നുണ്ട്, കിഴവനും കടലും എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ദി ഓൾഡ് മാൻ ആൻഡ് ദ സീ. അത് എഴുതിയ ഇയാൾ ഏണസ്റ്റ് ഹെമിംഗ്വേ എന്ന് പറയുന്ന വിശ്വതനായ ഒരു സാഹിത്യകാരനാണ്. ഏണസ്റ്റ് ഹെമിംഗ്വേ എഴുതിയ കിഴവനും കടലും എന്ന പുസ്തകത്തിൽ ഒരു മുക്കുവ തൊഴിലാളി, പ്രായമായൊരു മുക്കുവ തൊഴിലാളി മീൻ പിടിക്കാനായി കടലിൽ പോയ കഥയാണ് പറയുന്നത്. കടലിലേക്ക് ഇങ്ങനെ പോവുകയാണ്. ഒരു വള്ളത്തിൽ കയറിയാണ് കടലിലേക്ക് പോകുന്നത്, ആഴക്കടലിലേക്ക് പോവുകയാണ്. ചൂണ്ട ഇങ്ങനെ പിടിക്കുന്നു. ചൂണ്ടയിലൊരു വലിയ മീൻ കൊത്തി. ചെറിയ മീനൊന്നുമല്ല,
വൻപൻ മീൻ, വലിയ മീൻ. ആ മീൻ ചൂണ്ടയിൽ കൊത്തിയപ്പോൾ മീൻ അങ്ങോട്ട് വലിച്ചു കൊണ്ടുപോവുകയാണ്. ഈ പ്രായമുള്ള മുക്കുവൻ പിടിച്ചിട്ട് നിൽക്കുന്നില്ല. വള്ളം അങ്ങ് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഈ മീൻ ചരടിൽ കുടുങ്ങിയ, ചൂണ്ടയിൽ കുടുങ്ങിയ മീൻ വലിച്ചുകൊണ്ടേ പോകുന്നു. ആഴമുള്ള കടലിലേക്ക് അങ്ങ് പോവുകയാണ്. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നുണ്ട്, സാധിക്കുന്നില്ല. ഒഴുക്കിൽപ്പെട്ട് കഴിഞ്ഞു, വലിയ ഒഴുക്കിൽപ്പെട്ട് കഴിഞ്ഞു. തിരിച്ചു പോരാൻ പറ്റുന്നില്ല. വിട്ടുകളയാമെന്ന് വിചാരിച്ചാൽ വിടാൻ പറ്റുന്നില്ല. കാരണം ആ മീൻ കൊണ്ടുപോയിട്ട്, വലിച്ചു കൊണ്ടുപോയിട്ട് നല്ല ഒഴുക്കുള്ള ഭാഗത്തേക്ക് നയിച്ചു കഴിഞ്ഞിരിക്കുന്നു. വലിയ ഒഴുക്ക്. കിഴവനും കടലും. കിഴവൻ കടലിൽ യുദ്ധം ചെയ്യുന്നു. എങ്ങനെയാണ് യുദ്ധം? മരണപരാക്രമത്തോടുകൂടി രക്ഷപ്പെടാനുള്ള യുദ്ധമാണ്. വലിച്ചു കൊണ്ടുപോകുന്ന മീനിൻ്റെ പിറകെ പോകുന്നു. സ്നേഹിതരെ, അനേകരിങ്ങനെയാണ്. ഏതോ ചില സുഖഭോഗങ്ങളെ തേടിയുള്ളതായ യാത്രയിൽ മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുകയാണ്. അറിയുന്നില്ല നാശത്തിലേക്കാണ് പോകുന്നതെന്ന്. ഏറ്റവും ഭയാനകമായ അത്യാഹിതത്തിലേക്കാണ് നീങ്ങുന്നതെന്ന് അറിയുന്നില്ല. എൻ്റെ സ്നേഹിതരെ, നിങ്ങൾ ചോദിക്കട്ടെ, നിങ്ങളിന്ന് ലോകത്തിൻ്റെ ചില സുഖങ്ങളിലോ ഭോഗങ്ങളിലോ കുടുങ്ങി, ചില പാപങ്ങളിലോ ചില സുഖഭോഗങ്ങളിലോ കുടുങ്ങി, ചില വേർക്കൂത്തുകളിലോ ചില ദുശ്ശീലങ്ങളോ കുടുങ്ങി, മദ്യപാനത്തിലോ കഞ്ചാവിലോ കുടുങ്ങി, പ്രേമബന്ധങ്ങളിലോ അഴുക്ക് ശീലങ്ങളിലോ മുഴുകി ഇന്ന് നിങ്ങൾ നാശത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണോ? ഇന്ന് അനേകരിങ്ങനെ ജീവിതത്തിൽ മല്ലടിച്ചു കൊണ്ടിരിക്കുന്നു. കടത്തിൽ മുങ്ങി ഒഴുകുന്നവരുണ്ട്. കരകയറാൻ ശ്രമിക്കുന്നുണ്ട്, സാധിക്കുന്നില്ല. എന്നോ ഒരിക്കൽ വന്നുപോയ ചില വിനകളും ചില തെറ്റുകളും ചില പാതകങ്ങളും മൂലം അനർത്ഥത്തിലകപ്പെട്ട് നടുക്കടലിൽ വലയുന്നവരെ പോലെ കൈകാലിലടിക്കുന്നവരുണ്ട്. ചില മാരകമായ രോഗങ്ങൾ ക്ഷണിച്ചു വരുത്തിയതുപോലെ പാപം മൂലം ജീവിതത്തിൽ വരുത്തി വെച്ച് ആ രോഗത്തിൻ്റെ ഭീകരമായ വേതാളകേളികളിൽ കുടുങ്ങി വലയുന്നവരുണ്ട്. ഇന്ന് ഈ വാക്കുകൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഏതിലാണ് കുടുങ്ങിയിരിക്കുന്നത് നിങ്ങൾ ചിന്തിക്കൂ. കലഹത്തിൽ കുടുങ്ങിയിരിക്കുന്നവരുണ്ട്, വൈരാഗ്യത്തിൽ കുടുങ്ങിയിരിക്കുന്നവരുണ്ട്, പിണക്കത്തിലും അസൂയയിലും മുഷിച്ചിലും കുടുങ്ങിയിരിക്കുന്നവരുണ്ട്, ദ്രവ്യാഗ്രഹത്തിലും സ്വാർത്ഥത്തിലും കുടുങ്ങിയിരിക്കുന്നവരുണ്ട്, പിണക്കത്തിലും ജീവിതത്തിലെ വൈരുദ്ധ്യങ്ങളിലും കുടുങ്ങിയിരിക്കുന്നവരുണ്ട്, പകയിലും പ്രതികാരവാഞ്ചയിലും കുടുങ്ങിയിരിക്കുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, പൈശാചികൻ നിങ്ങളെ വലിച്ചുകൊണ്ട് പോവുകയാണ്. ആഴക്കടലിൻ്റെ നിലയില്ല കയത്തിലേക്ക് നിങ്ങളെ നയിച്ചുകൊണ്ട് പോവുകയാണ്. രക്ഷപ്പെടണമെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യൂ, രക്ഷകനെ വിളിച്ചുകൊള്ളൂ. രാജാധിരാജാവിനെ നിങ്ങൾ ക്ഷണിച്ചുകൊള്ളൂ. കർത്താവേ, എന്നെ നീ ഒന്ന് വിടുവിക്കണമേ. പ്രകൃതി ശക്തികളെ കീഴടക്കാൻ കരുത്തുള്ളവനെ, ഈ ഭയാനകമായ ആപത്തിൽ നിന്ന് എന്നെ നീ രക്ഷിക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കൂ. അബ്രഹാമിൻ്റെ സമയം നഷ്ടപ്പെടുത്തരുത്, സമയം പാഴാക്കരുത്. സഹോദരങ്ങളെ, ജീവിതത്തിൽ സമയം പാഴാക്കിയതിനെ ഓർത്ത് നെടുവീർപ്പെടുന്നവരാരെല്ലാം ഉണ്ട്. ഞാൻ ഓർക്കുന്നു ഒരു സംഭവം, ഞാൻ വായിച്ചതാണ്. ആ സംഭവം വളരെ ശ്രദ്ധേയമായൊരു സംഭവമാണ്. ഒരു മനുഷ്യൻ റോഡേ പോവുകയായിരുന്നു. കാർ ഓടിച്ചുകൊണ്ടാണ് പോകുന്നത്. നമ്മുടെ നാട്ടിലല്ല, കൊളറാഡോ എന്ന് പറയുന്ന സ്ഥലത്ത്, കൊളറാഡോയിൽ കാർ ഓടിച്ചുകൊണ്ട് പോവുകയാണ്. ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരു വലിയ കൂട്ടം ആട്ടിൻപറ്റം പിന്നാലെ വരുന്നു റോഡിൽ കൂടെ. ഇദ്ദേഹം കാറിങ്ങനെ ഓടിച്ചു പോവുകയാണ്. ഈ ആട്ടിൻപറ്റത്തെ കണ്ടപ്പോൾ അദ്ദേഹം കാറിന്ന് സ്പീഡ് കുറച്ച് നോക്കി. ആട്ടിൻപറ്റം മാറുന്നില്ല, കൂട്ടമായി പോകുന്നു. അദ്ദേഹം കാർ അവിടെ നിർത്തി. കാർ നിർത്തിയപ്പോഴേക്കും ആട്ടിൻപറ്റം എല്ലാം കൂടി അദ്ദേഹത്തിന് ചുറ്റും വന്ന് കൂടി. കാറിൻ്റെ ചുറ്റും 1 ഇഞ്ച് നീങ്ങാൻ പറ്റുന്നില്ല. അത് ദേഷ്യമായി. മുന്നോട്ട് പോയാൽ പോരെ, ആട്ടിൻപറ്റം പോകുന്നില്ല. ഈ ആട്ടിൻകൂട്ടം ചുറ്റും വന്നിങ്ങനെ നിൽക്കുകയാണ്. അദ്ദേഹത്തിന് നല്ല ദേഷ്യം വന്നു, ആക്രോശിച്ചു. അദ്ദേഹം ബഹളം വെച്ചു, ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ആട്ടിടയൻ ഓടി വന്നു. അദ്ദേഹം മുൻപ് നിന്ന് ഓടി വന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്ത് തെറ്റിപ്പോയി. നിങ്ങൾ ഈ ആട്ടിൻപറ്റത്തെ കണ്ടപ്പോൾ നിർത്തരുതായിരുന്നു, നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിരുന്നു. എങ്ങനെയാണെങ്കിൽ നിങ്ങൾ മുന്നോട്ട് പോകുമെന്ന് ആട്ടിൻകൂട്ടം അറിഞ്ഞിരുന്നെങ്കിൽ, ആടറിഞ്ഞിരുന്നെങ്കിൽ ആടപ്പോൾ വഴിമാറിയേനെ. നിങ്ങൾ നിൽക്കുന്നത് കൊണ്ടാണ് ആട് നിങ്ങളുടെ ചുറ്റും കൂടിയത്. മുന്നോട്ട് പോകുമെന്ന് ആടിന് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ, നിങ്ങൾ മുന്നോട്ട് പോയേ തീരൂ എന്നുള്ള നിർബന്ധം നിങ്ങൾക്കുണ്ടെന്ന് ആടിന് മനസ്സിലായിരുന്നെങ്കിൽ തീർച്ചയായും ആട് മാറിയേനെ. പ്രിയപ്പെട്ടവരെ,
ഞാൻ ആ സംഭവത്തിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കുകയുണ്ടായി. അനേകരിന്ന് ചില ചെറിയ തടസ്സങ്ങൾ കാണുമ്പോൾ മുന്നോട്ട് പോകാൻ മടിക്കുകയാണ്. സമയമാണ് പോകുന്നത്, കാലമാണ് പോകുന്നത്, ചില തടസ്സങ്ങൾ വരുന്നു. ജീവിതത്തിൽ തടസ്സമില്ലാത്ത ആരുണ്ട്? പ്രശ്നങ്ങൾ നേരിടാത്ത ആരുണ്ട്? പ്രതിസന്ധികൾ വരാത്ത ആരുണ്ട്? ഇല്ലേ? നമുക്കെല്ലാം പ്രയാസങ്ങളില്ലേ? നമുക്ക് നമ്മുടേതായ ആവലാതികളില്ലേ? നമ്മുടേതായ പ്രതിബന്ധങ്ങളില്ലേ? എന്തെല്ലാം പ്രതിസന്ധികൾ നേരിട്ടാണ് നാം ഓരോ ദിവസവും ജീവിക്കുന്നത്. ഏതെല്ലാം പ്രശ്നങ്ങളെ അതിജീവിച്ചും അതിക്രമിച്ചുമാണ് നാം മുന്നോട്ട് പോകുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പലപ്പോഴും പതറി നിൽക്കാറുണ്ട്. കഴിഞ്ഞോട്ടെ, അതൊന്ന് കഴിഞ്ഞോട്ടെ, ആ പ്രശ്നം ഒന്ന് കഴിഞ്ഞോട്ടെ, എന്നിട്ടൊന്ന് പ്രാർത്ഥിക്കാം, എന്നിട്ട് ദൈവവേല ചെയ്യാം, ആ പ്രതിസന്ധി ഒന്ന് മാറിക്കോട്ടെ, എന്നിട്ട് ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടാം, ഇപ്പോഴത്തെ ഈ കാര്യങ്ങളും തീർന്നോട്ടെ, എന്നിട്ട് ഞാൻ ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിക്കാം. മോനെ, അങ്ങനെ നീ ചിന്തിക്കരുത്. നിൻ്റെ പ്രശ്നങ്ങൾ മാറിക്കഴിഞ്ഞിട്ട് നിനക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. ക്ഷാമം വന്നു, അബ്രഹാം പതറിപ്പോയി. പ്രശ്നങ്ങൾ വന്നു, നിങ്ങളിൽ പലരും പതറിപ്പോവുകയാണ്. പ്രതിസന്ധികൾ വന്നു, നിങ്ങളിൽ പലരും അമ്പരപ്പോടെ നിൽക്കുകയാണ്. എങ്ങനെ ഞാൻ മുന്നോട്ട് പോകും? ശരിയാണ്, പ്രശ്നങ്ങൾ വരുമ്പോൾ ഭാരമുണ്ട്. എനിക്കറിയാം, എനിക്കും ഭാരങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ, ഞാനും അറിയുന്നുണ്ടല്ലോ. ദിനം പ്രതി എന്നോണം കുതിച്ചു വരുന്ന പ്രശ്നങ്ങളുടെ മുന്നിൽ എത്ര വട്ടം ഞാൻ പതറി ഉലഞ്ഞു നിന്നു പോയിട്ടുണ്ട്. എന്നാൽ ഒന്ന് നിങ്ങൾ വിശ്വസിക്കൂ, ഉടനെ നിങ്ങൾ ക്രൂസിലേക്ക് നോക്കൂ. ക്രൂസിലേക്ക് നോക്കുമ്പോൾ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ തളരാതെ നിന്നവനെ നിങ്ങൾക്ക് കാണാം. പ്രതിസന്ധികളുടെ മുമ്പിൽ പതറാതെ നിന്നവനെ നിങ്ങൾക്ക് കാണാം. എതിർപ്പുകളുടെ മധ്യത്തിൽ അല്പം പോലും പിന്നോട്ട് നീങ്ങാതെ, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രങ്ങൾ നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നടക്കണമേ എന്ന് പ്രാർത്ഥിച്ച് തന്നെ സമർപ്പിച്ച കർത്താവായ യേശുവിനെ നിങ്ങൾ കാണുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഹൃദയത്തിൽ ആനന്ദം അലതെല്ലാം തുടങ്ങും. ഞാൻ പുറപ്പെട്ടിരിക്കുന്ന ആരുടെ പിന്നാലെയാണ്? ആരാണ് എൻ്റെ മുന്നേ പോകുന്നത്? കുരിശിൻ ചുമന്നുകൊണ്ട് പോയവൻ, കുരിശിൽ കിടന്നുകൊണ്ട് പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് വിലറിയായിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചവൻ, അവൻ്റെ പിറകെയാണ് ഞാൻ പുറപ്പെട്ടിരിക്കുന്നത്. അവൻ ക്രൂസിൽ കാണിച്ചു തന്ന മാതൃകയിൽ നിന്ന് വ്യതിചലിക്കാതെ, ആ സ്നേഹത്തിൻ്റെയും സംശുദ്ധിയുടെയും പാതയിൽ നിന്ന് അണുവിട മാറാതെ ഞാനിതാ പുറപ്പെടുകയാണ്. നാഥാ, നീ എനിക്ക് തുണയായി നിൽക്കണമേ, നീ എനിക്ക് തണലായി നിൽക്കണമേ. ഞാൻ പതറുന്നില്ല, ഞാൻ പിന്മാറുന്നില്ല, ഞാൻ പുറകോട്ട് മാറുന്നില്ല. നാഥാ, ഞാനിതാ മുന്നോട്ട് നീ കാണിച്ചു തന്ന പാതയിൽ കൂടി, നീ തെളിച്ചു തന്ന വഴിയിൽ കൂടി ഞാനും ഇതാ മുന്നോട്ട് പോകുന്നു. പ്രശ്നങ്ങളുടെ മുന്നിൽ പതറാതെ വരിക, മുന്നോട്ട് പോവുക, പതറാതെ മുന്നേറുക. ജീവനുള്ള ദൈവം നിങ്ങളിതിനെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിൻ്റെ തിരുവചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിൻ്റെ വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പ്രതിസന്ധികളും പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും വിഘ്നങ്ങളും വന്നപ്പോൾ പതർ നിന്നവരെ ഇപ്പോൾ കർത്താവേ തട്ടി എഴുന്നേൽപ്പിക്കണമേ. മുന്നോട്ട് പോകാനുള്ള വാഞ്ച നൽകണമേ, ധൈര്യം നൽകണമേ, പ്രത്യാശ നൽകണമേ. ഒരു സെക്കൻഡ് പോലും നഷ്ടപ്പെടാതെ ക്രിസ്തുവിന് വേണ്ടി അടരാടാനുള്ളതായി വീര്യം നൽകണമേ, അനുഗ്രഹിക്കണമേ. യേശുനാഥൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ, ആമീൻ.